എല്ലാവർക്കും നമസ്കാരം. കരയിലെ ഏറ്റവും വലിയ ജീവിയാണ് ആന. പുരാതന കാലം തൊട്ടേ മനുഷ്യൻ പല കാര്യങ്ങൾക്കായിട്ട് ആനകളെ ഉപയോഗിക്കുന്നുണ്ട്. പുരാതന കാലത്തെ യുദ്ധങ്ങൾ തൊട്ട് ഇപ്പോഴത്തെ കാലത്തെ ഉത്സവങ്ങളിൽ വരെ ആനകൾ നിറസാന്നിധ്യമാണ്. ഏത് കാലഘട്ടം മുതലാണ് ആനകളെ ഇങ്ങനെ ഉപയോഗിച്ച് തുടങ്ങിയത് എന്ന് നമുക്കറിവില്ല. അതറിവുള്ളവർ ദയവായി കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഇതുപോലത്തെ ഉപയോഗപ്രദമായ വീഡിയോകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കാട്ടിലും നാട്ടിലും ആനകളുടെ ആക്രമണം കൂടിയിരിക്കുകയാണ്. വർഷത്തിൽ 1000-ഓളം വരുന്ന ആളുകൾ ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടാറുണ്ട്. ഒരു കാട്ടാനയും ഒരു നാട്ടാനയും കൂടെ താരതമ്യപ്പെടുത്തിയാൽ ഏറ്റവും വലിയ അക്രമകാരി കാട്ടാന തന്നെയാണ്. എന്നാൽ കാട്ടാനയുടെ ആക്രമണം നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കും. എന്നാൽ നാട്ടാനയുടെ കേസ് വന്നാൽ അതത്ര എളുപ്പമല്ല. കാരണം നിൽക്കുന്ന നിൽപ്പിലായിരിക്കും ചിലപ്പോൾ നാട്ടാനയുടെ സ്വഭാവം മാറുന്നത്. കുളിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴോ എഴുന്നള്ളിപ്പിന് നിർത്തുമ്പോഴോ ഇങ്ങനെ സംഭവിക്കാറുണ്ട്. ആന ഇടയാൻ പോകുന്നതിൻ്റെ സൂചന നമുക്ക് കിട്ടുകയാണെങ്കിൽ ആ നിമിഷം കൊണ്ട് വേണമെങ്കിൽ നമുക്ക് ഓടി രക്ഷപ്പെടാവുന്നതേ ഉള്ളൂ. അത് തിരിച്ചറിയാനുള്ള ഒരു വഴിയാണ് ഇന്ന് ഞാൻ പറയുന്നത്. ആനകളുടെ, പ്രത്യേകിച്ചും നാട്ടാനകളുടെ സ്വഭാവ മാറ്റത്തെപ്പറ്റി അറിയണമെങ്കിൽ ഒന്നെങ്കിൽ അതിൻ്റെ തുമ്പിക്കൈയോ അല്ലെങ്കിൽ അതിൻ്റെ വാലോ ശ്രദ്ധിച്ചാൽ മതി. കൂടുതലും നല്ല സൂചന നൽകാൻ സാധിക്കുക വാലിന് മാത്രമാണ്. ശാന്തനായി നിൽക്കുന്ന ഒരു ആനയുടെ വാല് എപ്പോഴും താഴ്ന്നു തന്നെ കിടക്കും. എന്നാൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ആന പെട്ടെന്ന് വാല് പൊക്കുകയോ അല്ലെങ്കിൽ വാല് ഏതെങ്കിലും പ്രത്യേക ആകൃതിയിൽ നിർത്തുകയോ ചെയ്താൽ എന്തോ പന്തികേടുണ്ടെന്ന് മനസ്സിലാക്കുക. ആ നിമിഷം ഒന്നെങ്കിൽ ആനയുടെ അടുത്തു നിന്നും കുറച്ച് അകലം പാലിക്കുക. എല്ലായ്പ്പോഴും ഈ ഒരു സൂചന ശരിയാക്കണമെന്നില്ല, എന്നാൽ ഒരു 70% ഈ സൂചന ശരിയാകാറുമുണ്ട്. ചില ആന ഗവേഷകർ പറയുന്നത് ആനയുടെ ഒരുമാതിരിപ്പെട്ട സ്വഭാവം ആനയുടെ വാല് നോക്കി മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. അതുപോലെ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ഒരു ആന പെട്ടെന്ന് അതിൻ്റെ തുമ്പിക്കൈ ചുരുട്ടി കൊമ്പിൽ വെക്കുകയോ അല്ലെങ്കിൽ വായയുടെ ഭാഗത്ത് വെക്കുകയോ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ ആന തല താഴോട്ട് കുറച്ച് ചരിച്ചൂടാണ് നിൽക്കുന്നതെങ്കിൽ ആന നിങ്ങളെ ആക്രമിക്കാൻ ഒരുങ്ങുകയാണ് എന്നാണ് അതിൻ്റെ സൂചന. ആന ആക്രമിക്കാൻ വരികയാണെങ്കിൽ ഒരിക്കലും നേരെ ഓടരുത്. ഒരു 6 മോഡിൽ ഓടാൻ ശ്രമിക്കുക. അതുമല്ലെങ്കിൽ വളഞ്ഞും തിരിഞ്ഞും ഓടാൻ ശ്രമിക്കുക. അതുപോലെ കയറ്റത്തേക്ക് ഓടിക്കയറുന്നതിന് പകരം താഴ്ചയിലേക്ക് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുക. അമിതമായ ശരീരഭാരം ഉള്ളതുകൊണ്ട് ആനയ്ക്ക് താഴ്ചയിലേക്ക് ഓടിയിറങ്ങാൻ പ്രയാസമാണ്. പൂർണ്ണ വളർച്ചയെത്തിയ ഒരു ഏഷ്യൻ ആനയുടെ ഭാരം 4000 LBS ആണ്. ആഫ്രിക്കൻ ആനയുടേത് ഏകദേശം 6000 LBS. ആനകളിലെ ഏറ്റവും ഭീകരർ ഒറ്റയാന്മാരാണ്. കൂട്ടമായിട്ട് ജീവിക്കുന്ന ആനകൾ അങ്ങനെ ആരെയും ആക്രമിക്കാറില്ല. സന്ദർഭവും സാഹചര്യവും അനുസരിച്ച് മാത്രമേ അവരങ്ങനെ അക്രമകാരികളാകാറുള്ളൂ. ആനകളുടെ സ്വഭാവമാറ്റത്തിന് കാലാവസ്ഥാ വ്യതിയാനവും അതുപോലെ മനുഷ്യൻ്റെ ഇടപെടലും ഒരു പങ്ക് വഹിക്കുന്നു. ഒരിക്കലും ഒരു ആനയെ ഇണക്കി വളർത്താൻ സാധിക്കുകയില്ല. ആനയെ എല്ലായ്പ്പോഴും അനുസരിപ്പിച്ച് കൂടെ നിർത്താനേ സാധിക്കുകയുള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.